ഇന്ന് നാം ഒരുമിച്ച് പഠിക്കാനായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സൈന്യത്തെക്കുറിച്ചാണ്. നമ്മൾ പൊതുവെ ദൂതന്മാർ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യം, യാഹ്വേ സബാവോത്ത് എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. ദൈവത്തിൻ്റെ സൈന്യം പഴയ നിയമത്തിൽ 300-ലധികം പ്രാവശ്യം ദൈവത്തിൻ്റെ സൈന്യം, സൈന്യങ്ങളുടെ ദൈവം എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ 2 സ്ഥലത്തെ അത് പറയുന്നുള്ളൂ. റോമാലേഖനം 9:29 യാക്കോബിൻ്റെ ലേഖനം 5:4 ഇങ്ങനെ 2 സ്ഥലത്താണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സൈന്യം എന്ന് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സൈന്യം പൊതുവെ 9 ഗ്രൂപ്പുകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 9 ഗ്രൂപ്പുകളാണ്. ഇത് കൂടുതലും നമ്മൾ പറയുമ്പോൾ ബൈബിളിൽ നോക്കുമ്പോൾ നമുക്കങ്ങനെ കൃത്യം 9 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത് കാണത്തില്ല. എന്നാൽ ഇത് ജൂവിഷ് വിസ്ഡം, യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ദൈവത്തിൻ്റെ സൈന്യം 9 ഗ്രൂപ്പുണ്ടെന്നാണ് അവർ പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ ക്രിസ്തീയ സഭയുണ്ടായത് എന്ന് നമുക്കറിയാം. അവർക്ക് ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് 9 ഗ്രൂപ്പുകൾ. പലരെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, പലരെ നിങ്ങൾക്ക് പരിചയം കാണും. ഈ 9 ഗ്രൂപ്പിനെ 3 ഗ്രൂപ്പായിട്ട് വേറെ നമുക്ക് തിരിക്കാം. 3 ഗ്രൂപ്പ് വീതമുള്ള 3 ഗ്രൂപ്പായിട്ടാണ്. 3, 3, 3 അങ്ങനെ 9 ഗ്രൂപ്പായിട്ടാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ദൈവിക സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ദ ക്ലോസസ്റ്റ് ഗ്രൂപ്പ്, ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ് സെറാഫീം. എരിതിമാലാക എന്ന് മലയാളത്തിൽ പറയാം. കത്തിജ്വലിക്കുന്ന സൈന്യങ്ങളാണത്. ദൈവസിംഹാസനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. 2ാമതായിട്ട് കാണുന്നത് സോവ. 3ാമതായിട്ട് കാണുന്നത് ഒഫാനീം. സെറാഫീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പരിചയമുണ്ട്. സെറാഫുകളെ നമ്മൾ പാട്ടിനകത്തും ഒക്കെ ഉണ്ട്. പിന്നെ യെശയ്യാപ്രവചനം 6 നമ്മൾ സെറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ ചെന്ന് കനലെടുത്തുകൊണ്ട് വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ 3 ഗ്രൂപ്പുള്ള ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കെറൂബ്. അപ്പം കെറൂബുകളിലെ ഒരു ഗ്രൂപ്പാണ് സെറാഫീം. ഇപ്പം കെറൂബും സെറാഫും ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെയല്ല, കെറൂബ് എന്ന് പറഞ്ഞാൽ 3 ഗ്രൂപ്പുണ്ട്. കെറൂബിനകത്ത് 3 ഉപവിഭാഗങ്ങളുണ്ട്. ഈ കെറൂബുകളിലെ ആദ്യത്തെ ഗ്രൂപ്പാണ് സെറാഫ്, പിന്നത്താണ് സോവ, 3ാമത്താണ് ഒഫാനീം. സെറാഫീം എന്ന ഹെബ്രായ വാക്ക് സെറാഫ് എന്ന ഹെബ്രായ വാക്കിൻ്റെ ബഹുവചനമാണ് സെറാഫീം. സറാഫ് എന്ന് പറഞ്ഞാൽ നാഗം എന്നാണ് അർത്ഥം. അഗ്നിസ്വർപ്പം. അതിന് എബ്രായ ഭാഷയിൽ നഖാഷ് എന്നൊരു വാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നഖാഷ്, തിളങ്ങുന്ന സർപ്പം എന്നാണ് നഖാഷിൻ്റെ അർത്ഥം. ചിറകുകളുള്ള പറക്കുന്ന സർപ്പം. ഇപ്പം നിങ്ങൾ മനസ്സിലായോ? ചിറകുകളുള്ള തിളങ്ങുന്ന പറക്കുന്ന അഗ്നിസ്വർപ്പം, അതാണ് സെറാഫ്. സെറാഫിന് എത്ര ചിറകുണ്ട്? സെറാഫിന് 6 ചിറകുണ്ട്. സെറാഫാണ് ഏറ്റവും ക്ലോസ് ആയിട്ട്, ഇൻറ്റിമേറ്റ് ആയിട്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്യും. ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് ആരാധിക്കും. സൈന്യങ്ങളിലെ ഏറ്റവും അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്നത് സെറാഫിമാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ. സംഖ്യാപുസ്തകം 21:8 സെറാഫ് എന്ന വാക്കാണ് മോശ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം 21:9 നക്കാഷ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും നമ്മുടെ ബൈബിളിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഒരേ വാക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സാത്താൻ, ലൂസിഫർ ഒരു നക്കാഷായിരുന്നു. ലൂസിഫർ ഒരു നക്കാഷായിരുന്നു. ആ നക്കാഷാണ് ഹവ്വയെ ചെന്ന് കണ്ടത്. അവൻ്റെ എല്ലാ സെറാഫിക് ഗ്ലോറിയോടും കൂടെ, വിത്ത് ഓൾ ഹിസ് സെറാഫിക് ഗ്ലോറി ആൻഡ് സ്പ്ലെൻഡർ ആൻഡ് ബ്യൂട്ടി, നക്കാഷ് അപ്പിയർഡ് ടു ഈവ്. സർപ്പം വന്നു എന്നൊക്കെ പറയുമ്പം നമുക്കത് മനസ്സിലാകുന്നില്ല. ദൈവസന്നിധിയിൽ, ദൈവസിംഹാസനത്തോട് ഏറ്റവും ചേർന്ന് നിന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന, എല്ലാ സ്പ്ലെൻഡറും എല്ലാ ഗ്ലോറിയും എല്ലാ ബ്യൂട്ടിയുമുള്ള നക്കാഷ് ആണ് ആ ഹവ്വയുടെ മുമ്പിൽ വന്നത്. അതാണ് ഹവ്വ വശീകരിക്കപ്പെട്ടു പോയത്. ബാക്കി ദൈവിക സൈന്യങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന എരിതിമാലാക ഇറങ്ങി വരികയാണ്. ജ്ഞാനസമ്പൂർണനായ, പ്രകാശപൂർണനായ നക്കാഷ്. യെഹെസ്കേൽ പ്രവചനത്തിൽ നക്കാഷിനെ പറ്റി പറയുന്നത് എടുക്കാം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തി.
വിശുദ്ധ ദേവപർവ്വതമൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗസിംഹാസനത്തിൻ്റെ മുകളിലാണ് ഇരുത്തിയിരിക്കുന്നത്. സ്വർഗീയ സിംഹാസനത്തെ ചിറകുകൊണ്ട് മറച്ചു നിന്ന് ആരാധിക്കാം. അവൻ്റെ സഞ്ചാരം അഗ്നിമയ രഥങ്ങളുടെ മധ്യയായിരുന്നു. സ്വർഗത്തിൽ രഥങ്ങളുണ്ട്, അഗ്നിരഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചിരുന്ന ചിറക് വിരിക്കുന്ന കെറൂബ്. അതുകൊണ്ട് പറഞ്ഞ കെറൂബും സറാഫും രണ്ടല്ല. പിശാചിനെ ഒരിടത്ത് കെറൂബ് എന്ന് വിളിക്കുന്നുണ്ട്, വേറൊരിടത്ത് സറാഫ് എന്ന് പറയുന്നുണ്ട്. ഒരേ സമയം സറാഫും കെറൂബുമാണ്. ഞാൻ പറഞ്ഞ കെറൂബുകളിലും ഉപവിഭാഗമാണ് സറാഫ്. കെറൂബുകളിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കാണ് സറാഫിനുള്ളത്. ഈ പിശാച് ഒരു സറാഫായിരുന്നു. ആ സറാഫാണ് ഹവ്വയുടെ മുമ്പിൽ വന്നു നിന്നത്. ഒരു മുഖം, 6 ചിറക്, തിളങ്ങുന്ന സർപ്പം ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ആരാധന എന്ന് പറയുമ്പോൾ പച്ച നിറത്തിൽ, തിളങ്ങുന്ന പച്ച നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, പല നിറങ്ങളിൽ പ്രകാശത്തിൻ്റെ നൃത്തമാണ് ദൈവസിംഹാസനത്തിന് ചുറ്റും നടക്കുന്നത്. അപ്പം അവിടെ നിന്ന് വെട്ടേറ്റ് വീണ ഈ സാത്താൻ താഴെ വന്നിട്ട്, നിങ്ങൾക്കറിയാം ലോകത്തിലെ ജാതീയ മതങ്ങളുടെയൊക്കെ ആരാധനകളിൽ പ്രകാശത്തിനും വിളക്കുകൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. ലക്ഷാർച്ചന, ലക്ഷദീപം, കോടി ദീപം, കാർത്തിക വിളക്കുകൾ, ഇതെല്ലാം വെച്ച് അവരിങ്ങനെ നോക്കും, നല്ല ഭംഗി. അപ്പോൾ നമ്മളതെല്ലാം സാത്താനാ പിശാച. നോ, ദേ ആർ മേക്കിംഗ് റിപ്ലിക്ക, കൗണ്ടർ ഫീറ്റാണ്. ദൈവിക സിംഹാസനത്തിൻ്റെ കൗണ്ടർ ഫീറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റുമാണ് ഈ തിളങ്ങുന്ന, ഈ പറന്നു നിന്ന് ഈ പ്രകാശത്തോടുകൂടെ നിൽക്കുകയാണ്. ആ കാഴ്ച ഒരു മനുഷ്യവാക്കിനും വർണ്ണിക്കാൻ കഴിയുന്നില്ല. അത്യന്തം മനോഹരമാണ്. അതിനെ ഈ ഭൂമിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് പിശാച് ചെയ്യുന്നത്. കാരണം അവൻ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അതുപോലെയുള്ള ആരാധന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഗ്ലോറി ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ആ സറാഫാണ് താഴേക്ക് പോകുന്നത്. മുന്നോട്ട് നമുക്ക് അടുത്ത ഗ്രൂപ്പ് സോവ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. സോവ എന്ന് പറഞ്ഞാൽ ജീവനേ ഉള്ളൂ. ആ വാക്കിൽ നിന്ന് സുവോളജി എന്നൊക്കെയുള്ള വാക്കുണ്ടായത്. നമ്മുടെ ബൈബിൾ വരുമ്പോഴേക്കും 4 ജീവികൾ എന്നൊക്കെ അവരെ കാണാം. പാട്ട് പാടുന്ന 4 ജീവികൾ അവിടെ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്തോ ജീവി എവിടെ. ഈ ദൈവത്തിൻ്റെ സൈന്യത്തിന് പല ഷേപ്പാണ്, പല രൂപങ്ങളാണ്. ദൈവിക സൈന്യത്തിൻ്റെ രൂപത്തിലാണ് ഭൂമിയിലെ പറവജാതികളെയും മൃഗജാതികളെയും ഇഴജാതികളെയും സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ പുത്രൻ്റെ ഛായയിലാണ് നമ്മെ സൃഷ്ടിച്ചത്. അപ്പം ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളെയും പറവകളെയും ഇഴജാതികളെയും ദൈവിക സൈന്യത്തിൻ്റെ ഛായയിലും പ്രതിച്ഛായയിലും സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അവിടെ സർപ്പമായി, കുതിരയായി, പുലിയായി, സിംഹമായി, കഴുകനായി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം അവിടെയുണ്ട്. ഭൂമിയിലൊന്നും മറ്റൊന്നിൻ്റെ പ്രതിച്ഛായയായിട്ടല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാം സ്വർഗീയമായതിൻ്റെ പ്രതിബിംബമാണ്. സ്വർഗത്തിലുള്ള ഒന്നിൻ്റെ മോഡലിൽ മാത്രമേ ഭൂമിയിലെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളൂ. ഈ സൈന്യങ്ങളുടെ എല്ലാം ഷേപ്പിലാണ് ഈ പറവകൾ. എല്ലാ സർപ്പങ്ങളുടെയും എല്ലാ ഇഴജാതിയുടെയും ഒറിജിനൽ പ്രോട്ടോടൈപ്പ് ഈ സെറാഫിമാണ്. സെറാഫിമിൻ്റെ മാതൃകയിലാണ് ഇവിടെ ഇഴജാതികൾ സൃഷ്ടിക്കപ്പെട്ടത്. പറവജാതികൾ, കഴുകൻ വരുന്നുണ്ട്, കുതിരകളെ നമ്മൾ കാണുന്നുണ്ട്, മൃഗങ്ങൾ. ഈ സോവ, ചിറകുകൾ മുഴുവൻ കണ്ണുകളാണ് സോവയുടെ. അത്യന്തം ജ്ഞാനമുള്ള, ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നു, ജ്ഞാനപൂർണ്ണതയിൽ. സോവ സിംഹാസനത്തോട് ചേർന്നിരിക്കുന്നു, ദൈവിക സിംഹാസനത്തോട് ചേർന്നിരിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് അകന്ന് അതിന് പോകുവാൻ കഴിയുകയില്ല. അറ്റാച്ച്ഡ് ടു ദ ത്രോൺ. ആ കെരൂബിനെ അങ്ങനെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ സമാഗമന കൂടാരമൊക്കെ പഠിക്കുമ്പോൾ സിംഹാസനം പണിയുമ്പോൾ, കെറൂബിനെ പണിയുമ്പോൾ പറയുന്നുണ്ട്, എല്ലാം കൂടെ ഒറ്റ സ്വർണ്ണക്കട്ടയായിട്ട് അടിപ്പുപണിയായിട്ട് പണിയണം എന്ന് പറഞ്ഞാൽ കൊണ്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ സിംഹാസനവും കെരൂബുമായിട്ട് എന്താ, സിംഹാസനവും കെരൂബും ഒന്നാണ്. അത് ഡിറ്റാച്ച് ചെയ്യല്ല, അത് ഒരുമിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്നത് ഒരു ജീവനുള്ള സിംഹാസനത്തിലാണ് ആക്ഷരികമായി. അതിൻ്റെ പുറത്ത് 3ാമത്തെ ഗ്രൂപ്പ് നിൽക്കുക. 3ാമത്തെ ഗ്രൂപ്പാണ് ഒഫാനിം. ഒഫാനിം എന്ന് പറഞ്ഞാൽ അതിന് ഗാൽഗാലിം എന്നൊരു വാക്ക്, 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ ഗ്രൂപ്പിന്. ഓഫാനിം എന്നും പറയും, ഗാൽഗാലിം എന്നും പറയും. ഓഫാനിം എന്ന് പറഞ്ഞാൽ വീൽസ് എന്നാണ്, ചക്രങ്ങൾ. അപ്പോൾ ഒഫാനിം മാലാഖ എന്ന് പറഞ്ഞാൽ എന്താ, ചക്രങ്ങൾ. ഭൂമിയിൽ നിന്നുള്ള എല്ലാ വാഹനങ്ങളുടെയും ഒറിജിനൽ ടൈപ്പ് അവിടെ നിൽക്കുക.
ഒന്നും പുതുതായിട്ടുണ്ടാകുന്നില്ലെന്നാ ശലോമോൻ പറഞ്ഞേ. അല്ലേ? സഭാപ്രസംഗം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെയുണ്ട്, ഒന്നും പുതുതായിട്ടുണ്ടാകുന്നില്ല, എല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്. യു കനോട്ട് മേക്ക് ഓർ ഇൻവെന്റ് എനിത്തിങ് ന്യൂ. പുതുതായിട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കുവാൻ കഴിയുകയില്ല, എല്ലാം ഉള്ളതാണ്. അപ്പൊ ചക്രങ്ങൾ, വീൽസ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെ ആയിരുന്നു. അവയ്ക്ക് 4-നും ഒരേ രൂപം തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. മോസ്റ്റ് മോഡേൺ വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചക്രത്തിനകത്തൊരു ചക്രം ഇരുന്ന് കറങ്ങുന്നേ. ഒരു കാര്യമില്ല, അത് അതിനു മുമ്പേ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. തിരിക്കണ്ടാത്ത വണ്ടി പോകേണ്ടിടത്തോട്ട് മനസ്സിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ പോകും. ഇപ്പം ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ. ഒഫാനിം, അഗ്നി പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റുമൊരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. ഓഫാനീമിന് എത്രയുണ്ട്? 4 മുഖമുണ്ട്, 4 ചിറകുണ്ട്, ചക്രങ്ങളുണ്ട്, തീയുടെ നിറമുണ്ട്, സ്വർണത്തിൻ്റെ നിറമുണ്ട്, പുഷ്യരാഗത്തിൻ്റെ നിറമുണ്ട്. അത് ഇറങ്ങി വരികയാണ്. എത്രയുണ്ട് ടോട്ടൽ നമ്പർ? 4 ഉള്ളൂ ഒഫാനീം. യെഹെസ്കേൽ പ്രവചനം 10, ദാനിയേൽ പ്രവചനം 7-9, സങ്കീർത്തനം 77-18 നമ്മൾ ഈ ഒഫാനീമിനെ കാണുന്നുണ്ട്. സമയം ചുരുക്കമായതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നില്ല. അവിടെ വിശദീകരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവസിംഹാസനത്തിൻ്റെ തൊട്ട് കീഴേ നിൽക്കുന്നു ഒഫാനീം. 4ാമത്തെ ഗ്രൂപ്പ്. 1ാമത്തെ ഗ്രൂപ്പ് സെറാഫിം, 2ാമത് സോവ, 3ാമത് ഒഫാനീം, 4ാമത് ആർക്കേഞ്ചൽസ്. നമുക്ക് പരിചയമുള്ള ആരാണ്? പ്രധാന ദൂതന്മാർ, മുഖ്യദൂതന്മാർ. അവരെത്ര പേരാണ്? പ്രധാന ദൂതന്മാർ 7 പേരാണ്. ഗബ്രിയേൽ, മിഖായേൽ ഒക്കെ നമുക്ക് പരിചയമുണ്ട്. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, ഊറിയേൽ, റഗുവേൽ, റാമിയേൽ, സെക്കിയേൽ. 7 മാലാഖമാർ, 7 ദൂതന്മാർ. ഞാൻ ദൂതന്മാരും മാലാഖമാരും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് പറയുന്ന, സത്യത്തിൽ അവർ ദൂതന്മാരും മാലാഖമാരും അല്ല, പ്രധാന ദൂതന്മാർ, ആർക്കേഞ്ചൽസ്. അവരെത്രയാ? 7 പേര്. നമുക്ക് വളരെ പരിചയമുണ്ട്. കാരണം പല പ്രാവശ്യം നമ്മൾ സ്ക്രിപ്ചറിൽ കൂടെ പോകുമ്പം അവരെ കാണുന്നുണ്ട്. ദാനിയേൽ 10:13 ഗബ്രിയേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആര് വരുന്നു? മിഖായേൽ വരുന്നു. ഗബ്രിയേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മിഖായേൽ വരുന്നു. ഇതെന്താ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവിക സൈന്യത്തിൻ്റെ ഹൈറാർക്കിക്കൽ സിസ്റ്റമാണ്. ഹെറാർക്കി. അപ്പോൾ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പ് ആരാ? സെറാഫിമാണ്. 2ാമത് സോവയാണ്. 3ാമത് ഒഫാനിമാണ്. 4ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ 4ാം സ്ഥാനക്കാരാണ്. മിഖായേൽ, ഗബ്രിയേൽ, ഊറിയേൽ, റഫായേൽ, ആ കക്ഷികൾ, ആ ടീം എത്രാം സ്ഥാനത്താണ്? 4th റാങ്കാണ്. സൈന്യത്തിലെ 4th റാങ്കാണ്. മോശയുടെ ശവശരീരവുമായിട്ട് ലൂസിഫറുമായി മിഖായേലുമായി ഒരു തർക്കം ഉണ്ടായി. യൂദായുടെ പുസ്തകം 9ാമത്തെ വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. മോശയുടെ ശരീരത്തെക്കുറിച്ച് ലൂസിഫറുമായി മിഖായേലിന് തർക്കമുണ്ടായപ്പോൾ മിഖായേൽ ഒരു ദൂഷണവിധി പോലും എന്ത് ചെയ്തില്ല? ഉച്ചരിച്ചില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം ആ സ്ഥാനത്തു നിന്ന് പോന്നെങ്കിലും ലൂസിഫർ ആരാ? ഒരു സെറാഫിനോട് ചോദ്യം ചെയ്യാൻ, ഒരു സെറാഫിനെ ബള്ള് പറയാൻ ആർക്ക് റൈറ്റ് ഇല്ല? ഒരു ആർക്കേഞ്ചലിന് റൈറ്റ് ഇല്ല. യൂദ അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കേണ്ടവരെ ആദരിക്കുന്നില്ല. നമ്മുടെ ഇടയിലും കാണാം അങ്ങനെ. ഒരു മയവും ഇല്ലാതെ നേതാക്കന്മാരെ കേസ് കൊടുക്കുക, ചീത്ത വിളിക്കുക, അവൻ ആരാ അത് ചോദിക്കാൻ പറയുക, യാതൊരു മര്യാദയില്ല. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ദൈവിക സിസ്റ്റത്തിലുള്ളവരല്ല. ദൈവിക സിസ്റ്റത്തിലുള്ളവരല്ല. ഹൈറാർക്കിയെ മാനിക്കണം. ദൈവത്താലല്ലാതെ ഒരധികാരവും ഉണ്ടാകുന്നില്ല. ദൈവം കൊടുത്തിട്ടല്ലാതെ ഒരു അധികാരം ഉണ്ടാകുന്നില്ല. ഒരുവൻ നിന്റെ മുകളിൽ ഇരിക്കുന്നെങ്കിൽ അവനെ ദൈവമാക്കിയിരിക്കുന്നതാണ്. യു മസ്റ്റ് ഒബേ ഹിം ആൻഡ് ഹോണർ ഹിം. ആ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ദാവീദിനുണ്ടായിരുന്നേ. അഭിഷേകത്തിൽ നിന്നും സിംഹാസനത്തിൽ നിന്നും ദൈവം ശൗലിനെ തള്ളി എന്നറിഞ്ഞിട്ടും മരണം വരെ ശൗലിനെ ദാവീദ് ബഹുമാനിച്ചു. അവനെ വെട്ടാൻ അവസരം കിട്ടിയിട്ടും വെട്ടിയില്ല. അതുകൊണ്ട് ദൈവം പിന്നീട് അറ്റസ്റ്റ് ചെയ്തു, മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ ദാവീദ്. ഇപ്പം ആധുനികമായിട്ട് നമ്മൾ ബന്ധക്കോസിനെയൊക്കെ രക്ഷിക്കാൻ നടക്കുന്ന ആളുകളെന്ന് പറഞ്ഞു ഉള്ള നേതാക്കന്മാരെ മുഴുവൻ ചീത്ത വിളിക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും പിന്നെ അവൻ ആരാ, അവൻ ഏതാന്നൊക്കെ ചോദിക്കുകയും. അതൊന്നുമല്ല. ഇവിടെ നോക്കേ, വെട്ടേറ്റ് വെളുത്ത് വീണ് താഴെ പോയി സകല സ്ഥാനവും പോയ ആളാണ്. സെറാഫ് മാലാഖയാണ്. ഒരു ശവത്തിൻ്റെ പേര് തർക്കിക്കാൻ വന്നതാ.
കേവലം ഒരു മനുഷ്യൻ്റെ ശവം, മോശയുടെ ശവത്തിന് വേണ്ടി തർക്കിക്കാൻ വന്നതാ. അത്ര അതപ്പതിച്ചു പോയി. എന്നാലും ആളാരാ? ആളൊരു സറാഫായതുകൊണ്ട് മിഖായേൽ ഒന്നും മിണ്ടിയില്ല. കാരണം 4-ാം സ്ഥാനത്താണ്, ആർക്കേഞ്ചൽ. 7 പേരാ. ഇവരെ നമ്മളെ 7 ആത്മാക്കൾ, ചില സ്ഥലത്ത് എഴുതിയിരിക്കും 7 ആത്മാക്കൾ, ചിലയിടത്ത് എഴുതും 7 കണ്ണുകൾ, വേറെ ചിലയിടത്ത് എഴുതും 7 ഇടിമുഴക്കങ്ങൾ. ഇതെല്ലാം ഇവർ തന്നെയാണ്. നിങ്ങളുടെ ഭാവനയിൽ, നമ്മുടെ ഭാവനയിൽ ഒരിക്കലും വരത്തില്ല, എങ്കിലും മാക്സിമം പറ്റാവുന്നിടത്തോളം ആ ദൈവിക സിംഹാസനത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ സിംഹാസന മുറി എങ്ങനെയാണ് ഇരിക്കുന്നത്? 4 ജീവികളാൽ നിർമ്മിക്കപ്പെട്ട് അതിൻ്റെ മുകളിൽ സറാഫുമാലാഖകൾ പറന്നു നിന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കാദീശ്, കാദീശ്. അങ്ങനെ സുറിയാനിക്കാർ ചൊല്ലുന്നത്. എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, കാദേശ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഓളി കോളി എന്നൊന്നുമല്ല, അവിടെ ഇംഗ്ലീഷ് ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ഗ്രൂപ്പ് ഓടിച്ചു. 5-ാമത്തെ ഗ്രൂപ്പിലോട്ട് നമുക്ക് പോകാം. 5-ാമത്തെ ഗ്രൂപ്പ് ഐറീൻ കദീഷീം. 5-ാമത്തെ ഗ്രൂപ്പാണ് വാച്ചേഴ്സ്, പരിശുദ്ധ കാവൽക്കാർ, ഹോളി വാച്ചേഴ്സ്. ഐറീൻ കദീഷിനെ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? എത്ര പേരുണ്ടെന്നറിയോ? ആർക്കേഞ്ചൽസ് 7 ആണെങ്കിൽ 5-ാം ഗ്രൂപ്പിൽ ഐറീൻ കദീഷ് 24 പേരാണ്. വെളിപ്പാട് ദിവസത്തെ നമ്മൾ കാണുന്നുണ്ട് 24 മൂപ്പന്മാർ. ഈ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ദൈവസൈന്യത്തിലെ 24 പേരാണ്. ഭയങ്കര അധികാരമുള്ളവരാണ്. അതിനെ വിളിക്കുന്ന ഹെവൻലി സാനദ്രീൻ എന്നാണ്. സ്വർഗീയ സൻഹദ്രീൻ സംഘം. സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബമേ ഭൂമിയിലുള്ളൂ. ഭൂമിയിലൊരു സൻഹദ്രീൻ സംഘം ഉണ്ടായെങ്കിൽ ആ സൻഹദ്രീൻ സംഘത്തിൻ്റെ ഒറിജിനൽ സ്വർഗത്തിലിരിക്കുകയാണ്. ഭൂമിയിലൊരു സിയോൻ മലയുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സിയോൻ മല സ്വർഗത്തിലുണ്ട്. ഭൂമിയിലൊരു സമാഗമന കൂടാരമുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കൂടാരം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലല്ലാതെ, അതിനെ അനുസരിച്ചുണ്ടാക്കിയതല്ലാതെ ഒന്നും ഭൂമിയിൽ പുതുതില്ല. നത്തിങ് ന്യൂ. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞ് ഈ സൂര്യന് കീഴെ ഒന്നും പുതുതായിട്ടില്ല. എല്ലാം വെറും കോപ്പികൾ. ദുർബലവും ബലഹീനവും ദരിദ്രവുമായിരിക്കുന്ന കോപ്പികൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. അതിൻ്റെ മുഴുവൻ ഒറിജിനൽ സാധനങ്ങൾ സ്വർഗത്തിലാണ്. ആ ഒറിജിനലിന് വേണ്ടി നാം ആഗ്രഹിക്കണം. അതാണ് ആത്മീക ജീവിതം. നമ്മൾ ഈ കാണുന്നതെല്ലാം വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒറിജിനലിന് വേണ്ടിയുള്ള ആഗ്രഹം എപ്പോൾ നമ്മിൽ തുടങ്ങുന്നോ അവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതം ആരംഭിക്കുന്നത്. 24 മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. ചില ആളുകൾ മണ്ടത്തരം പറയും. 24 മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരുടെ പോയി കസേരയിൽ ഇരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. അത് ദൈവസിംഹാസനത്തിലെ ഒരു ഗ്രൂപ്പാണ്, 24 പേര്. നമ്മളങ്ങനെ വേറിട്ട് കസേരയിൽ ഇരിക്കത്തില്ല. നമ്മളിരിക്കുന്നത് കർത്താവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. നമ്മെ ഉയർപ്പിച്ചു. അവനോട് എഫേസ്യ ലേഖനം 2:6 അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മെ അവനോടുകൂടെ ഉയർപ്പിച്ചു, അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അവസരം നൽകും. അല്ലാതെ വേറെ സിംഹാസനമല്ല, ഇത് സെപ്പറേറ്റ് സിംഹാസനമാണ്. 24 അത് ദൈവ സൈന്യത്തിലെ 5-ാമത്തെ ഗ്രൂപ്പ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമയം പോകും. 5 ഗ്രൂപ്പ് പറഞ്ഞു. പൗലൂസ് പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ. ദൃശ്യമായതാവട്ടെ, അദൃശ്യമായതാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവനായി സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗീയ സൈന്യങ്ങളുടെ ലിസ്റ്റാണ് പൗലൂസ പറയുന്നത്. ഇനിയിപ്പോൾ താഴോട്ട് കിടക്കുന്ന 4 ഗ്രൂപ്പാണ്. വാഴ്ചകൾ, കർത്തൃത്വങ്ങൾ, അധികാരങ്ങൾ, വാഴ്ചകൾ. അധികാരങ്ങൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. ആ അധികാരങ്ങൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഗ്രൂപ്പിൻ്റെ അധികാരത്തിൽ, അവരുടെ ചാർജിലായിരിക്കുന്നത്. മിറക്കിൾ മിനിസ്ട്രിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കണക്ഷൻ വരുന്ന ആ ഗ്രൂപ്പുമായിട്ടാണ്. അവരാണ് ഇറങ്ങി വന്ന് വെട്ടുന്നത്. അവരിറങ്ങി വരുമ്പോഴാണ് രോഗി സൗഖ്യമാകുന്നത്. അവരിറങ്ങി വരുമ്പോഴാണ് ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ശുശ്രൂഷയിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ദൂതന്മാരുടെ നിരന്തര സാന്നിധ്യമുണ്ട്. ആ ദൂതന്മാർ ചലിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞ വീണ്ടും സമയം കളയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ദൂതന്മാരുടെ പ്രാധാന്യം എന്താ? ഇത് യഹൂദന്മാരുടെ പാരമ്പര്യമോ പഴയ നിയമോ മാത്രമല്ല, പുതിയ നിയമസഭയിൽ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ദൂതന്മാർ സക്കറിയാവിനോട് വന്ന് സംസാരിക്കുന്ന ഒരു ദൂതനാണ്. ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും താഴെയാണ് ദൈവത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത്. കാലാൾപ്പട എന്ന് വേണേൽ നമ്മൾ പറയുന്ന പോലെ മാലാഖമാർ അഥവാ ദൂതന്മാർ
ആ ഗ്രൂപ്പ്. മറ്റൊന്നും ദൂതന്മാരല്ല. നമ്മളിതിന് പൊതുവേ ദൂതന്മാർ എന്നങ്ങ് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ ആ വാക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ്, ഏറ്റവും ലോവസ്റ്റാണ്, ഏറ്റവും താഴെയുള്ള ഗ്രൂപ്പാണ്. അതാണ് കോടി. അവർക്കുള്ള രഥങ്ങളുടെ എണ്ണവും കോടി രഥങ്ങളും കോടി ദൂതന്മാരും ഏറ്റവും താഴെ അങ്ങ് നിൽക്കുകയാണ്. അവരാണ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ചാർജിനും ഹെൽപ്പിനും എല്ലാം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സാധാരണ വിശ്വാസികൾക്ക് ഈ ഹൈറാർക്കിയിൽ മുകളിലുള്ളവരായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അത്ഭുത കൃപാവര ശുശ്രൂഷയുള്ളവർക്ക് മാത്രം ഞാൻ മുമ്പേ പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് കണക്ഷൻ വരും. അതിൻ്റെയൊക്കെ മുകളിലാണ് പിന്നെ മുകളിൽ ആ റാങ്ക് കൂടി അങ്ങ് പോവുക. ഏറ്റവും താഴെയുള്ള ദൂതന്മാർ സാധാരണ ജനങ്ങളെല്ലാം സ്ഥിരം കണ്ടുകൊണ്ടിരുന്നവരെ. ആത്മീയ ജീവിതത്തിൻ്റെ പ്രഥമ പടി ഒരു ദൂതനെ കാണുക എന്നുള്ളതാണ്. അല്ലാത്തൊക്കെ മതപരമായ ജീവനാണ്, റിലീജിയസ് ലൈഫാണ്. അറ്റ്ലീസ്റ്റ് ഒരു ദൂതനെയെങ്കിലും കണ്ടില്ലെങ്കിൽ ആത്മീയ ജീവിതം തുടങ്ങിയിട്ടില്ലെന്നാണ്. ദൂതനെ കാണുന്ന അങ്ങേറ്റത്തെ കാര്യമല്ല. കാരണം വെറും ജാതിയായ കൊർന്നേലിയോസ് വരെ ദൂതനെ കണ്ടു. നല്ലപോലെ പ്രാർത്ഥിക്കാമെങ്കിൽ ദൂതനെ കാണാം കുറച്ചൊക്കെ. കൊർന്നേലിയോസ് രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, അഭിഷേകം പ്രാപിച്ചില്ല, എന്നിട്ടും അവൻ ദൂതനെ കണ്ടു. കഥകെ രാത്രി തട്ടുന്ന കേട്ടപ്പോൾ അവരോർത്തൊരു ദൂതനായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതുപോലെ നിരന്തരം ദൂതന്മാർ വന്നുകൊണ്ടിരുന്നൊരു കാലം. അതാ കാലത്തിൻ്റെ കുഴപ്പമല്ല. ദൂതന്മാർ വരുന്ന ഒരു കാലം, പിന്നെ ദൂതന്മാർ വരവ് നിർത്തിയൊരു കാലമൊന്നുമില്ല. ഇന്നും ദൂതന്മാർ വരും. ചിലപ്പോൾ നമ്മൾ ദൂതന്മാരെ കണ്ടാൽ അത് ദൂതനാണെന്ന് മനസ്സിലാക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ മനസ്സിലാവും അത് ദൂതനായിരുന്നെന്ന്. ദൂതന്മാർ നമുക്ക് പ്രത്യക്ഷപ്പെടും, നമ്മോട് സംസാരിക്കും. സക്കറിയാവിനോട് സംസാരിച്ചു, മറിയത്തോട് സംസാരിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നോക്ക, 4-ാം ഗ്രൂപ്പിൽ നാളിറങ്ങി വന്നു. എത്ര ഭാഗ്യപദവിയാ! ഏറ്റവും താഴത്തെ റെഗുലർ ദൂതനല്ല വന്നിരിക്കുന്നത്, ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഒരു DYSP റാങ്കിൽ നിന്ന് ആൾ വന്നു. കോൺസ്റ്റബിളിനെ പോലും കാണാത്തവരാ വലിയ കാര്യം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്നിഗ്ധാവസ്ഥ, അവൻ ജയിലിൽ കിടന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നേ. പൗലൂസിൻ്റെ ജീവിതത്തിൽ കപ്പൽ തകർന്ന് തരിപ്പണമാകും എന്ന് പറയുമ്പോൾ 14 രാത്രിയിൽ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുന്ന ആ കപ്പലിനകത്ത് തടവുകാരും പട്ടാളക്കാരും ഇരുട്ടത്ത് ആരെയും തിരിച്ചറിയാത്തപ്പോൾ കൃത്യം പൗലൂസിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പൗലൂസിനോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദൂതൻ. വിടുതൽ വന്നുണ്ടോ? ഡെലിവറൻസ്. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ അവിടെ വിടുതൽ ഉറപ്പാ. ദൈവത്തിൻ്റെ സൈന്യത്തിൽ നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് ഊരാക്കുടുക്കിൽ നിന്നും, ഏത് കഷ്ടത്തിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ സൈന്യത്തിൽ ആളുണ്ട്. അതുകൊണ്ട് നീ വിളിക്കും, സൈന്യങ്ങളുടെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞു വേണം വിളിക്കാൻ. ഏലിയാ പറഞ്ഞു, എലീശാ വെരി ഗുഡ്, നീ എന്നെ ഫോളോ ചെയ്തോ, പക്ഷെ ഞാൻ പോകുന്ന കാഴ്ച നീ കണ്ടാൽ നിനക്കത് കിട്ടും. നീ കാണുന്നുണ്ടോ? കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ദാസന്റെ ലെവലിൽ നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എലീശായുടെ ദാസൻ കണ്ടില്ല. ശമരിയ പട്ടണത്തെ അവൻ പറഞ്ഞു, അയ്യോ യജമാനനെ, നാം വളയപ്പെട്ടിരിക്കുന്നു, നാം നശിച്ചു, നാം തീർന്നു. കാരണം നമ്മുടെ ചുറ്റും സൈന്യം. നിങ്ങൾക്കറിയാം, ഈ ശമരിയ പട്ടണം എന്ന് പറഞ്ഞാൽ പട്ടണം പണിതിരിക്കുന്നതിൻ്റെ ചുറ്റും മലകളാണ്. ദാറ്റ് സിറ്റി വാസ് എൻസർക്കിൾഡ് വിത്ത് സ്മോൾ ഹിൽസ്. ഇങ്ങനെ സിറ്റിക്ക് ചുറ്റും മലകളാണ്. ആ മലകളാൽ ചുറ്റപ്പെട്ട പട്ടണമാണ്. ഇവരുടെ വീടിന് ചുറ്റുമാണ് സൈന്യം വളഞ്ഞിരിക്കുന്നത്. അപ്പോൾ എലീശ ദാസനെ പറഞ്ഞു, ഇവൻ്റെ കണ്ണങ്ങോട്ട് തുറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദാസൻ കണ്ട കാഴ്ച എന്നാണെന്നറിയോ? മല നിറച്ച് സൈന്യം നിൽക്കുന്ന കണ്ടേ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവനെ ചുറ്റിയിരിക്കുന്ന സൈന്യത്തെ ചുറ്റി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ സൈന്യം. നിനക്കെതിരെ നിൽക്കുന്ന സൈന്യത്തെ മുഴുവൻ വളഞ്ഞാണ് ദൈവത്തിൻ്റെ സൈന്യം ഇറങ്ങുന്നത്. ഒറ്റയൊരുത്തനും രക്ഷപ്പെടാൻ കഴിയത്തില്ല. അല്ല, 1-2 പേരല്ല. ഇതിൻ്റെ സെയിം സംഭവമാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഗത്സമനയിൽ നടന്നത്. യേശുവിൻ്റെ ക്രൂശീകരണത്തെ തടയുവാൻ സകല സാത്താന്യ സൈന്യവും എല്ലാം ഗത്സമനയിലോട്ട് ഇറങ്ങി വരിക. നമുക്കറിയാം, ഇവിടെ ഒരു കാറിൻ്റെ കാറ്റ് പോയാലുടനെ ഉള്ള പോലീസെല്ലാം അങ്ങോട്ട് പോകുന്നത്. ഒന്നും കാണത്തില്ല, ഒരു വണ്ടി പഞ്ചറായേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഊച്ചുള്ള വണ്ടിയെല്ലാം അങ്ങനെ. യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പിശാചുക്കളും ഗതസമന തോട്ടത്തിലേക്ക് വന്നു. അന്തരീക്ഷത്തിൻ്റെ കട്ടി കൂടി വന്നു. ഗതസമന തോട്ടം സാത്താനെ കൊണ്ട് നിറയുകയാണ്. യേശു അതിൻ്റെ നടുക്ക് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സൈന്യം അടങ്ങിയിരിക്കുമോ? സ്വർഗീയ സൈന്യം മുഴുവൻ യേശുവിൻ്റെ ജനനം തൊട്ട് നിൽക്കുക. കാരണം സ്വർഗീയ സൈന്യത്തിലെ ഒരു വിഭാഗം ഒരുമിച്ച് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ തൊട്ട് യേശുവിൻ്റെ ചുറ്റും ലക്ഷക്കണക്കിന് ദൂതന്മാർ നിൽക്കുക. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കാൻ നിന്നെ കാക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതേ ദൂതന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ, നീ ചാടിക്കോളാൻ പറഞ്ഞേ. ചാടിയാൽ ഒന്നും സംഭവിക്കില്ല, മെത്തേ വന്ന് വീഴുന്നവരെ വീഴത്തുള്ളൂ. സാത്താനും കാണാം ദൂതന്മാരെ, യേശുവിനും കാണാം. യേശു പക്ഷെ ചാടിയില്ല.
പ്രസംഗിക്കുന്ന, ഞാൻ ഈയിടെ ഒരാൾ പറഞ്ഞു, പ്രസംഗിക്കുന്ന ഒരു മഹത്വമാണ്, പക്ഷെ പ്രസംഗിക്കാതിരിക്കുന്ന അതിലും മഹത്വമാണ്. നമുക്കിപ്പോൾ അറിയാവുന്ന യേശു ചെയ്തതിനേക്കാൾ യേശുവിനെ മഹത്വപൂർണ്ണനാക്കിയത് യേശു ചെയ്യാഞ്ഞതാണ്. അത് നിങ്ങൾക്കറിയാമോ? യേശു വെള്ളം വീഞ്ഞാക്കി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, കുരുടന് കാഴ്ച കൊടുത്തു, മരിച്ചവനെ ഉയർപ്പിച്ചു, തളവാതരോഗം എഴുന്നേപ്പിച്ചു. ഇതൊക്കെ യേശു ചെയ്തതാ. യേശു ചെയ്യാഞ്ഞത് എന്നതാ? യേശു ചെയ്യാഞ്ഞത് എന്നാന്ന് വെച്ചാൽ കാൽവരി ക്രൂശിൽ ആണികളിൽ കിടക്കുമ്പോൾ കാൽവരിക്ക് ചുറ്റും 70,000 ദൂതന്മാർ നിൽക്കുക. കാരണം യേശു അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, പത്രോസേ 12 ലെഹിയോൻ ദൂതന്മാർ ഇവിടെ ഉണ്ട്. ഒരു ലെഹിയോൻ എന്ന് പറഞ്ഞാൽ 6000, 12 72, 70,000 ദൂതന്മാരാ കാൽവരി ക്രൂശിന് ചുറ്റും നിൽക്കുന്നത്. യേശു ഒന്ന് മൂളിയാ മതി, റോമാസൈന്യം ഭസ്മമായി പോവും. അത് ചെയ്തില്ല. ആ ചെയ്യാഞ്ഞത് കൊണ്ടാണ് യേശു മഹത്വപൂർണ്ണനായത്. ചെയ്തത് കൊണ്ടല്ല എൻ്റെ യേശു മഹത്വപൂർണ്ണനായത്, ചെയ്യാഞ്ഞത് കൊണ്ടാണ് അവൻ മഹത്വപൂർണ്ണനായത്. അതുകൊണ്ടാണ് ഏൻഷ്യൻ ചർച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ 6 അടി അളവിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യരൂപം ഈ കുരിശിൽ കിടക്കുമ്പോൾ ആ മനുഷ്യരൂപത്തെ നോക്കിയിട്ട് ഈ ദൂതന്മാർ വർഷിപ്പ് ചെയ്യുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിൽ ആരാധിച്ച ഞങ്ങളുടെ ദൈവമാണ് ഈ കിടക്കുന്നത്. അവർ കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവർ പറയുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കടന്നു പോകുന്നവർ അധരം മലർത്തി തലകുലുക്കി അവനെ പരിഹസിക്കുമ്പോൾ സ്വർഗീയ മാലാഖ വിളിച്ചു പറയുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അപ്പം മാലാഖമാർ പറയാണ്, ഈ ബലഹീനമായ ശരീരത്തെ നോക്കി ഒരു ബലവുമില്ലാതെ നിസ്സഹായനായി, നിശ്ചലനായി, നിശ്ചേഷ്ടനായി കിടക്കുന്ന ഈ രൂപത്തെ നോക്കിയിട്ട് മാലാഖമാർ പറയാണ്, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അത് മാലാഖയ്ക്കേ അറിയത്തുള്ളൂ ഇവൻ ബലവാനാണ്, ഇവൻ്റെ ബലം എത്രയാണെന്ന്. ആ ബലത്തെ അവൻ തന്നെ അടക്കി ഒതുക്കി ആ കുരിശ് കിടക്കുക. സ്വന്തം തോളിലേക്ക് ശിരസ് ചായ്ച്ച് പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷം മാലാഖമാർ പറയുകയാണ്, ഇല്ലില്ലില്ല, മരണമില്ലാത്തവനേ ഞങ്ങൾക്കറിയാം നിനക്ക് മരണമില്ല. ഇത് കേട്ടപ്പോൾ താഴെ നിന്ന് നിക്കോദിമോസും യോസഫും കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന സൂര്യാനിക്കാരൻ എത്ര പേർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാം? യേശു ചെയ്യാത്തത് നിമിത്തമാണ് അവൻ മഹത്വപൂർണ്ണനായത്. ദൂതന്മാർ നമുക്ക് വേണ്ടി പലതും ചെയ്യും നമ്മുടെ ആവശ്യങ്ങളിൽ. ഏലിയാവിനെ കൊണ്ട് ഒരു അട കൊടുത്തു. 40 രാവും 40 പകലും അവൻ ഹോറേബോളം നടന്നു. ഏലിയാവ് കഴിച്ച അട സാധാരണ അടയല്ല, മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 40 ദിവസവും അവനെ പിടിച്ചു നിർത്തുന്ന. ഇപ്പോൾ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മുടെ അടുത്തല്ലേ നാസ, അവരൊക്കെ എന്തോ ഒരു ഗവേഷണം നടത്തുന്നറിയോ? ചെറിയൊരു ഭക്ഷണം കൊണ്ട് കൂടുതൽ നാൾ ജീവിക്കാൻ. 40 രാത്രിയും 40 പകലും നടക്കാൻ ഒരുത്തിന് കരുത്ത് കൊടുക്കുന്ന ഒറ്റ അടയെന്ന് പറഞ്ഞാൽ ആടെ ദൂതം കൊണ്ട് കൊടുത്തു. 2 കെരൂബുകളുടെ നടുവിലാണ് സമാഗമന കൂടാരത്തിൽ മേഴ്സി സീറ്റ് പണിത് വെച്ചത്. 2 കെരൂബുകളുടെ നടുവിൽ. യോഹന്നാന്റെ സുവിശേഷം 20-12 വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-12 വാക്യം മതി. ഇവരാ കല്ലറയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ, യേശുവിൻ്റെ ശരീരം കടന്ന സ്ഥലത്ത് തലക്കൽ ഒരു ദൂതൻ, കാൽക്കൽ ഒരു ദൂതൻ. കൃപാസനത്തിന് 2 വശത്തും ഓരോ കെരൂബ്. ആ കല്ലറയിൽ കൃപാസനം തുറക്കപ്പെട്ടു. അവിടെയാണ് ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നത്. അതുകൊണ്ട് ഇവരെ കാണുകയാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പ്രതിരൂപമായി സമാഗമന കൂടാരത്തിനകത്ത് പണിത് വെച്ച കൃപാസനത്തിന് 2 വശത്തും ഓരോ കരൂപുകൾ ഇരിക്കുമ്പോൾ ആ കരൂപുകൾ വെച്ച് യെരുശലേം ദൈവാലയത്തിൽ പുരോഹിതനെ അപ്പോഴും ആരാധിക്കുമ്പോൾ ഈ പാവപ്പെട്ട പെണ്ണുങ്ങള്, ഈ പാവപ്പെട്ട ശിഷ്യന്മാര് കാണുന്ന കാഴ്ച, ഈ കല്ലറയ്ക്കകത്ത് ഒന്നുമില്ലാത്ത ആ ശൂന്യതയുടെ 2 വശത്തും ഇതാ ദൂതന്മാർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമ ആരാധന ഇവിടെ ഇതാ അവസാനിക്കുന്നു. പുതിയ നിയമത്തിന്റെ കൃപാസനത്തിലേക്ക് വഴി ഇതാ വെളിപ്പെടുന്നു. ആ വഴി ഏതാണ്? ജീവനുള്ളതും പുതിയതുമായ ആ വഴിയെ ദൂതന്മാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. അവനിവിടെ ഇല്ല, അവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? ഇതാ പുതുവഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചേ? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. മതി. എന്താ ഈ പിളർന്നിരിക്കുന്ന നാവ്?
പിളർന്നിരിക്കുന്ന നാവ് ആർക്കാ ഉള്ളതെന്നറിയോ? പിളർന്നിരിക്കുന്ന നാവ് ആർക്കാ ഉള്ളത്? പാമ്പുകൾക്കാണ്. ആരാണ് സർപ്പം? പിശാച് സർപ്പാന്ന് നമുക്കറിയാം. പക്ഷേ സെറാഫുകൾ മുഴുവൻ സർപ്പമാണ്. അതിലൊരു സെറാഫാണ് ഈ പിശാച്. ഗ്ലോറിയോടുകൂടിയുള്ള സെറാഫ് ഇറങ്ങി വരികയാണ്. ദൈവസിംഹാസനത്തിലെ ഒറിജിനൽ ആരാധന മാളികമുറിയിൽ വെളിപ്പെടുകയാണ്. ആ പാവപ്പെട്ട ദൈവമക്കൾ ഇരുന്ന ആ മാളികമുറി ദൈവത്തിന്റെ ത്രോൺ റൂമായി മാറുകയാണ്. പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വരികയാണ്, അഗ്നി നാവുകൾ. ആ കാഴ്ച കണ്ടവർ എത്ര ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മ അഭിഷേകത്തോടെ അന്യഭാഷയോടെ ദൈവജനം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ആ ആരാധിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ ത്രോൺ റൂമായി മാറുകയാണ്. നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നാം ഈ അധികാര ശ്രേണികളുടെ 9 പടികളെയും ചവിട്ടിക്കയറി ദൈവത്തിന്റെ ത്രോൺ റൂമിന്റെ അടുത്ത് ചെല്ലുകയാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനും അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയുമാകുന്നു. ആ ദൈവത്തിന്റെ രഥങ്ങളുടെ ഒന്നാമത്തെ സർക്കിൾ, ആ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒന്നാമത്തെ സർക്കിൾ കഴിഞ്ഞ് അതിന്റെ മുകളിൽ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും സിംഹാസനങ്ങളുടെയും അതിന്റെ മുകളിൽ ഒഫാനിയും ചക്രങ്ങളുടെയും അതിനപ്പുറത്ത് സോവാ ജീവികളുടെയും അതിനപ്പുറത്ത് സറാഫിം മലാഖമാരുടെയും ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അത്യത്ഭുത പരിപാടിയാണ് പരിശുദ്ധാത്മാവുള്ള ആരാധന. ഇത് കളിയല്ല. ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചുമ്മാ തോന്നും, ചുമ്മാ പറയുകയെന്ന്. അതാ യേശു പറഞ്ഞേ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് അവകാശമാക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വിശ്വസിക്കും. നമ്മെ ദൈവത്തിന്റെ ത്രോൺ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആരാധന, നമ്മെ ദൈവത്തിന്റെ ത്രോൺ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആരാധന, ദൈവസിംഹാസനത്തിന്റെ അടുക്കലേക്ക് നാം പോകുന്ന ആരാധന. ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണം, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണം, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരങ്ങളും തുറക്കപ്പെടട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. എത്ര വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവന്റെ രുധിരത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവനുള്ള പുതുവഴിയായി നമുക്ക് ആ സിംഹാസനത്തിലേക്ക് അടുത്തുകയല്ലാം. നിൻ രുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിൻ രുധിരമതിനാൽ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഓ നിന്നടിയാർക്കു പിതാവിൻ സന്നിധോ നിന്നടിയാർക്കു പിതാവിൻ